ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈൻഡ് എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ആർട്ട് വർക്ക്ഷോപ്പ്, സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ആർട്ട് വർക്ക്ഷോപ്പാണ്. അതിൻ്റെ കുറച്ച് വീഡിയോസ് അതേപോലെ ക്ലിപ്പിങ്സും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാമല്ലേ എന്താണ് സെൽഫ് ലവ് എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ സ്റ്റിൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയണത്, അല്ലെങ്കിൽ അതിന് നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്തി കംപ്ലീറ്റ്ലി ഒരു 2 to 3 hours നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ മാറ്റിവെക്കുക എന്ന് പറയണത് ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ദിവസം നമ്മൾ എടുത്തു നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഈ ഒരു ടൈം, അതായത് ഒരു 3:30 തൊട്ടിട്ട് 6:30 വരെയുള്ള സമയം കംപ്ലീറ്റ്ലി ഓരോ ഇൻഡിവിജ്വലും അവരവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു സമയമായിരുന്നു. അപ്പോൾ ഇത് സെൽഫിഷാണോ എന്നൊക്കെ തോന്നിപ്പോവും. അതായത് പക്ഷേ അല്ലേ, നമുക്കറിയാം നമ്മൾ സ്ട്രോങ് ആയാലും അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള കുറേ തോട്ട്സ് ഉണ്ട്, നമ്മളുടെ ഇന്നർ ഫീലിങ്സ്. അതേപോലെ നമുക്ക് ചുറ്റുമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് ലൈഫ് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതായത് സെൽഫ് അവെയർനെസ്സും അതേപോലെ നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ളൊരു ബോധം ഉണ്ടാവുക, അതുപോലെ ഇമോഷണൽ റെസ്പോൺസ്, നമ്മളെങ്ങനെയാണ് പല കാര്യങ്ങളായിട്ട് നമ്മളെ ജീവിതം ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് തിരിച്ച് നമ്മളുടെ ഇമോഷൻസ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം നല്ല ഭംഗിയിൽ കൊണ്ടുപോകാം അല്ലേ. പക്ഷെ അത് പലപ്പോഴും നമുക്ക് കഴിയാറില്ല. അപ്പോൾ നമ്മളെ ഇന്നത്തെ തീം എന്ന് പറയുന്നത് തന്നെ മൂൺലൈറ്റ് ആയിരുന്നു. ഈ ചിത്രം ഇത് പലരും ഈ ചിത്രം വരയ്ക്കാന്ന് ഉദ്ദേശിച്ചത് ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ പലർക്കും അറിയാത്തൊരു മേഖലയായിരുന്നു. ആരും ബ്രഷും ക്യാൻവാസൊന്നും എടുക്കാത്ത ആൾക്കാർ പോലും ഉണ്ടെങ്കിലും അവർ അത് എൻജോയ് ചെയ്തിട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ മൂൺലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു തീം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു സ്ത്രീയുടെ ലൈഫ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ ഒരുപാട് ഫേസസ് ഉണ്ട്. അതുപോലെ മൂണിൻ്റെ ഫേസസും നമുക്കറിയാം. പക്ഷേ അത് ഷൈൻ ചെയ്യുമല്ലേ. ഫുൾ മൂൺ ഡേ ആവും, ഹാഫ് മൂൺ ഡേ ആവും, മൂൺലെസ് നൈറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഇതുപോലെ തന്നെയാണ് നമ്മളെ ലൈഫും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആ ഫുൾ മൂൺ ഡേ ആയി നമുക്ക് ബ്രൈറ്റായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയണം. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുപോലെ ഇനിയിപ്പോൾ അങ്ങനത്തെ ഫേസസ്, അതായത് മൂൺലെസ് നൈറ്റ്സ് ഉണ്ടാവും എല്ലാവരുടെ ലൈഫിലും അല്ലേ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും അത് കുഴപ്പമില്ല, അത് ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നല്ലൊരു സെഷനായിരുന്നു ഇന്നത്തേത്. എനിക്ക് പെട്ടെന്ന് ഞങ്ങൾ റെഡും വൈറ്റും ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് അവിടെ ഒത്തുകൂടിയത്. അപ്പോൾ ഈ കളേഴ്സിനൊരു പ്രത്യേകത ഉള്ളത്, ഞാൻ 2ാം ക്ലാസ്സിലാണോ 3ാം ക്ലാസ്സിലാണോ എന്നറിയില്ല, ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇൻഡിഗോ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ദിവസം ഉണ്ടായിരുന്നു. ആ ഇൻഡിഗോ എന്ന് പറയണത് ആ സമയത്ത് നമ്മൾ പഠിച്ചു വരുന്നൊരു കളറാണ്, വിബ്ജിയോറിലുള്ള ഒരു കളറ്. അപ്പോൾ അത് പേർപ്പിളിൻ്റെയും വയലറ്റിൻ്റെയൊക്കെ ഷെയ്ഡ്സ് വരുന്നൊരു കളറാണ് എന്നൊക്കെ പഠിച്ച് വരുമ്പോൾ ആ സ്പെസിഫിക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്ത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു സ്കൂളിൽ. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യും. അപ്പോൾ അതൊരു സ്പെസിഫിക് കളറായതുകൊണ്ടും റെയർ കളറായതുകൊണ്ടും കളറിനോട് കണക്ട് ചെയ്ത് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ടും അത് മനസ്സിൽ ഭയങ്കരമായിട്ട് തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് അല്ലേ പെയിൻറ്റിങ് എന്ന് പറയുമ്പോഴും, പെയിൻറ്റിങ്ങും അതുപോലെ തന്നെയാണ്. നമുക്കത് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു ദിവസം മറക്കൂല. അപ്പോൾ ഇത് നല്ലൊരു മെമ്മറിയാണ്, നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു മെമ്മറിയാണത്, ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതുപോലെയുള്ള പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യാറുണ്ട്. ബുക്ക് ക്ലബ്ബും പിന്നെ ഇങ്ങനത്തെ സെഷൻസും മെൻ്റൽ ഹെൽത്ത് അവെയർനെസ്സിനോട് കണക്ട് ചെയ്തിട്ടുള്ള പല സെഷൻസും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിൽ എനിക്കും വളരെയധികം സന്തോഷം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ഹാവ് എ നൈസ് ഡേ.